എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് നിങ്ങളെന്താ കൺട്രി നടത്തുന്നത്, ഞാൻ സ്വന്തമായിട്ടൊരു കൺട്രി തുടങ്ങി നടത്തി കാണിച്ചു തരാം എന്ന് പറഞ്ഞു പോയ ആളിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റാരുമല്ല, നമ്മുടെ തലവൻ നിത്യാനന്ദനെ കുറിച്ചാണ്. തലവൻ ഈ നാട്ടിൽ നിന്ന് പോയെങ്കിലും ആദ്യമായിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങി, അതിനോടൊപ്പം തന്നെ ബാങ്ക് തുടങ്ങി, കോയിൻസ് റിലീസാക്കി. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ റീസെൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ നാട്ടിലോട്ട്, അതായത് അദ്ദേഹം ക്രിയേറ്റ് കൈലാസ എന്ന നാട്ടിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഇതൊരു 3 ഡേ ട്രിപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു വട്ടം, അതായത് എല്ലാവർക്കും ഒരു വട്ടം മാത്രം പരമശിവനെ മീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ആരൊക്കെ പരമശിവനെ കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റെഡി ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാനുള്ള പാസും നിത്യാനന്ദ വിസ അടക്കം തരുന്നു. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, അതായത് അദ്ദേഹം എവിടെയാണ് ഉള്ളത്, അപ്പോൾ പോകാനുള്ള റൂൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ എൻ്റയർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബിനും തൊട്ടുവരുന്ന ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ നിത്യാനന്ദ ആരായെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല. മാക്സിമം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അതായത് നിങ്ങൾ നിത്യാനന്ദനെ സാമിയാരായിട്ട് കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ എവിടെയെങ്കിലും സ്പീച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എങ്കിലും നിത്യാനന്ദ ഒരു യൂട്യൂബറായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നിത്യാനന്ദയ്ക്ക് ഒഫീഷ്യലായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ എല്ലാവർക്കും കൈലാസത്തിലോട്ട് സ്വാഗതം. അപ്പോൾ അതിനോടുള്ള റൂൾസും കണ്ടീഷൻസൊക്കെ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ആദ്യം തന്നെ, അതായത് പരമശിവനെ മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൈലാസത്തിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഓസ്ട്രേലിയയിലോട്ട് പോകണം. അതായത് നിങ്ങളുടെ സ്വന്തം ക്യാഷ് ചിലവഴിച്ച് നിങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് പോകണം. അതായത് ഓസ്ട്രേലിയൻ വിസ ഒക്കെ എടുത്ത് നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ നിന്ന് നിത്യാനന്ദൻ്റെ സ്വന്തം ഫ്ലൈറ്റ്, അതായത് പ്രൈവറ്റ് ഫ്ലൈറ്റാണ്, സർവീസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ റിപ്പോർട്ടർ സിനിമയൊക്കെ കണ്ട പോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പ്രൈവറ്റ് ഫ്ലൈറ്റിൽ നിന്ന്, അതായത് ഓസ്ട്രേലിയയിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് കൈലാസത്തിലോട്ട് പോകും. 3 ദിവസത്തെ ട്രിപ്പാണ്. അതിൽ കൂടുതലായിട്ട് ആരെയും ഇപ്പം അവിടെ അനുവദിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ ഫ്ലൈറ്റിൻ്റെ പേരും ഒരു വ്യത്യസ്തമായി തന്നെ ഇട്ടിട്ടുണ്ട്. അതായത് ഗരുഡ എന്നാണ് ഈ ഫ്ലൈറ്റിൻ്റെ പേരും അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, അതായത് ശരി, ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ പോയി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രൈവറ്റ് ഫ്ലൈറ്റ് പിടിച്ച് ഡയറക്റ്റ് ആയിട്ട് പ്രൈവറ്റ് ഫ്ലൈറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൈലാസത്ത് എത്തി. ഇപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ നമ്മൾ ഏത് കോയിൻസാണ് ഇറക്കുന്നത്, അതായത് നിത്യാനന്ദ തന്നെ ഡയറക്റ്റ് ആയിട്ട് കോയിൻസും ബാങ്കൊക്കെ റിലീസ് ചെയ്തു നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു ട്വിസ്റ്റ് നിത്യാനന്ദ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റിഡക്ഷൻ ഓഫർ തന്നെ വെച്ചോ. അതായത് ഇപ്പോൾ പോകുന്ന എല്ലാവർക്കും ഫുഡും ഷെൽട്ടറും ക്ലോത്തിങ്സും, അതായത് മനുഷ്യൻ്റെ ബേസിക് നീഡായി ഈ 3ഉം നിത്യാനന്ദ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് പിടിച്ച് കൈലാസത്തെത്തി അവിടെ 3 ദിവസത്തെ ഉള്ള ഫുൾ ചിലവും നിത്യാനന്ദൻ്റെ വക. അത് കഴിഞ്ഞിട്ട് നമ്മളെ തിരിച്ച്, അതായത് കൈലാസത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട്, അതായത് 10 മിനിറ്റ് മാത്രമോ നമുക്ക് പേഴ്സണലായിട്ടും പരമശിവനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ പരമശിവൻ എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ഒരു ഡൗട്ട് തോന്നും, അപ്പോൾ ആരെയാണ് ഈ പരമശിവൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അതായത് അതേപോലെ തന്നെ മൂത്ത സ്വാമിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തന്നെയാണോ ഇത് വിശേഷിപ്പിക്കുന്നത് എന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല. അവിടെ നിന്ന് നമ്മൾ പരമശിവനെയൊക്കെ മീറ്റ് ചെയ്ത് 3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കൈലാസത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഓസ്ട്രേലിയയിൽ കൊണ്ടുവിടും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം ക്യാഷ് ചിലവാക്കിയിട്ട്, ഇപ്പോൾ ഈ 3 ദിവസത്തെ ചിലവും നിത്യാനന്ദ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി, അതായത് ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്ന ചിലവും നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പോകുന്ന ചിലവും, ഈ 2 ചിലവും മാത്രം നമ്മൾ എടുത്താൽ മതി. ബാക്കി എല്ലാ ഫുഡും ഷെൽട്ടറും ക്ലോത്തിങ്സും അതുപോലെ തന്നെ ബാക്കി ട്രാവൽ എക്സ്പെൻസസ് ഒക്കെ നിത്യാനന്ദ എടുക്കും. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്രേസി ആയിട്ട് തോന്നും. അപ്പോൾ ഏകദേശം, അതായത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു വിശ്വസിപ്പിക്കുന്ന പോലെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരുന്നത്. സത്യത്തിലും ഇങ്ങനെ ഒരു കൺട്രി തുടങ്ങിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ദ്വീപ് വാങ്ങിയിട്ട് അവിടെ ഇങ്ങനെ കൈലാസ എന്ന പേര് വെച്ചതാണോ, അങ്ങനെയുള്ള യാതൊരു അപ്ഡേറ്റ്സും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമാണ്, നമ്മൾ ഓസ്ട്രേലിയയിൽ പോയി അവിടുന്ന് ഡയറക്റ്റായിട്ട് കൈലാസത്ത് പോവാം, അതുപോലെ തന്നെ പരമശിവനെ മീറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന തംസ് അപ്പ് ബട്ടൺ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ, ബെല്ലൈക്കൻ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.